ലിഖിത പഠനങ്ങളിൽ പ്രൊഫസർ MGSൻ്റെ സംഭാവന എന്നുള്ളതാണ് എൻ്റെ വിഷയം. MGSൻ്റെ സംഭാവനയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് എന്ത് നടന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. 1784 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത് മുതൽക്കാണ് ഈ നിലയിലുള്ള പ്രാചീന രേഖകളുടേതായ ഒരു പഠനം, വിജ്ഞാനപ്രദമായ പഠനം യഥാർത്ഥത്തിൽ അതാവശ്യപ്പെടുന്ന ഗൗരവത്തോടു കൂടി തുടങ്ങുന്നത്. അങ്ങനെ അവർ പലരും ആ പഠനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അശോകൻ ബ്രാഹ്മി, ഖരോഷ്ടി മുതലായ, ഗുപ്ത ബ്രാഹ്മി മുതലായ പഴയ ലിപികളെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളും ചിന്തകളും വരികയുണ്ടായി. അതാണ് ഈ വഴിക്കുള്ള ഭാരതീയ വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ ശക്തമായ ഒരാരംഭം തുടങ്ങി വച്ചത്. അതിൽ കേർഡിൻ മാക്കൻസി, ഫ്രാൻസിസ് എല്ലിസ് മുതലായവർ കേരളത്തിലെ ചില രേഖകളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. എല്ലിസിൻ്റെ ഒരു പരിഭാഷ, ജൂതപ്പട്ടയത്തിൻ്റെ, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സിൻ്റെ ആദ്യത്തെ ഒരു രൂപം പഠന വിഷയമാക്കുന്നത് ഇതിലാണ്. അതുപോലെ തരിശാപ്പള്ളി പ്ലേറ്റ്, തരിശാപ്പള്ളി പട്ടയത്തിൻ്റെ പഠനവും ഈ കാലത്ത് തന്നെയാണ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ജേണൽ ഓഫ് എപ്പിഗ്രാഫിയ ഇൻഡിക്ക മുതലായ ചില പ്രസിദ്ധീകരണങ്ങൾ ഈ വഴിക്ക് വളരെ വളരെ സാമ്പ്രദായികമായ രീതിയിലുള്ള പഠനങ്ങൾ തുടങ്ങി. ഹുൾഷിൻ്റെയും മറ്റും ചില പഠനങ്ങൾ കേരള പ്രദേശത്തു നിന്നുള്ള ചില ശാസനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. Systematic survey and collection of inscriptions in the then native state of Travancore started with the publication of Travancore Archaeological Series. 910 മുതൽ 938 വരെ ശക്തമായി നിലനിന്ന ആ TAS എന്ന് നാം ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആ പ്രസിദ്ധീകരണങ്ങളോട് കൂടിയാണ് ഇതിൻ്റെ കേരളത്തിലെ ഈ വഴിക്കുള്ള പ്രവർത്തനങ്ങൾ വളരെ സാമ്പ്രദായികമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ തുടങ്ങുന്നത്. TA ഗോപിനാഥറാവു, KV സുബ്രഹ്മണ്യയ്യർ, AS രാമനാഥയ്യർ തുടങ്ങിയ ചിലർ ഇത് വളരെ വളരെ വിശദമായി മുമ്പോട്ട് കൊണ്ടുപോയി. അവസാനമായി വാസുദേവ പൊതുവാളിൻ്റെ കാലം ആവുമ്പോഴേക്ക് ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസിൻ്റെ മുമ്പോട്ടുള്ള ഗതി പതുക്കെ പതുക്കെ നിലയ്ക്കുകയും ആ ഭാഗം തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അജ്ഞാതമായി തീരുന്ന രീതിയിൽ ഉള്ള പാഠപദ്ധതികളുടെ ആരംഭം ഈ പഴയ രേഖകളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൊച്ചിയിൽ ഇതേപോലെ ഈ പറഞ്ഞതൊക്കെ ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസിൻ്റെ പ്രവർത്തനം പ്രധാനമായും നടന്നത് തിരുവിതാംകൂർ വേണാട്ട് രാജാക്കന്മാരുടെ അധീനത്തിലുള്ള പ്രദേശങ്ങളിലാണ്. എന്നാൽ അതിൻ്റെ പത്രാധിപന്മാരുടെ താല്പര്യപ്രകാരം വളരെ ചുരുങ്ങിയ ചില രേഖകൾ
അതിന് പുറത്തു നിന്നും കൊച്ചി പ്രദേശത്തു നിന്നും മറ്റും വരികയുണ്ടായി. കൊച്ചിയിൽ രാമവർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1925. 1925 രാമവർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അതിൻ്റെ ബുള്ളറ്റിൻ പ്രവർത്തിക്കാൻ തുടങ്ങി. KR പിഷാരടി, ഗോവിന്ദ വാര്യർ, VRR മേനോൻ, അനുജൻ അച്ഛൻ തുടങ്ങിയവരുടെ പ്രവർത്തനം ഈ വഴിക്ക് കുറേയൊക്കെ നടന്നു. അതിൽ പലപ്പോഴും ഉള്ള ഒരു കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, പല സാങ്കേതിക പ്രയോഗങ്ങളുടെയും ലിഖിതങ്ങളിലും മറ്റും കാണുന്ന സാങ്കേതിക പ്രയോഗങ്ങളുടെ ശരിയായ അർത്ഥം, ചരിത്രപരമായ അർത്ഥം വേണ്ട പോലെ വ്യാഖ്യാനിക്കപ്പെട്ട് കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ലിഖിത പഠനങ്ങളുടെ ചരിത്രം ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്തോളം നിലനിന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ ലിഖിതങ്ങൾ എന്ന നിലയിൽ നമുക്ക് കിട്ടാനുണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തെ ലിഖിതങ്ങളാണ്. അതിൽ നിന്ന് വിട്ട് മലയാളക്കരയിൽ, മലയാളം സംസാരിക്കുന്ന ഭാഗത്ത്, ഇന്നത്തെ നിലയ്ക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി ജില്ല വരെ ഉള്ള പ്രദേശം ധാരാളം ലിഖിതങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രം കിട്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരുന്നത് ഈ കാലത്താണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിക്ക് വെച്ചാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് പലപ്പോഴും മറയ്ക്കപ്പെട്ടിരുന്ന രേഖകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലിഖിത വിജ്ഞാനത്തിനുള്ള സീറ്റ് ഏർപ്പെട്ടപ്പോഴാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശകനും നേതാവുമായിട്ടുണ്ടായിരുന്നത് MGS നാരായണനായിരുന്നു. MGS നാരായണൻ്റെ ശ്രമഫലമായിട്ടാണ് ഒരുപാട് പുതിയ ലിഖിതങ്ങൾ പുറത്തു വന്നത് എന്ന കാര്യം നമുക്കിപ്പോൾ ഒരു പുതുമയല്ല. നമുക്ക് MGSൻ്റെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ധാരാളം പേർ ആ ലിഖിത സർവകലാശാല വകുപ്പ് വഴി ഏർപ്പെടുകയും ധാരാളമായിട്ട് ഈ വഴിക്കുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് പൊതുവെ പറഞ്ഞാൽ MGS നാരായണനാണ് ഈ കാലത്ത്, ഈ പുതിയ കാലത്ത് ലിഖിത വിജ്ഞാനീയത്തിൽ വളരെ ശ്രദ്ധേയമായ ചില സംഭാവനകൾ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഞാനിത് പറയുമ്പോൾ പ്രൊഫസർ MGS നാരായണൻ്റെ മാർഗനിർദ്ദേശത്തിലും അധ്യാപനത്തിലും ഉണ്ടായിരുന്ന പുതിയ കാഴ്ചപ്പാടുകളോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്കും കൈവന്നു. ആ നിലയ്ക്കാണ് പുതിയ പ്രവർത്തനങ്ങളിൽ MGSൻ്റെ സമീപനത്തിൽ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MGS പ്രധാനമായും ലിഖിതങ്ങളെ നേരിട്ട്
ചെന്ന് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ വെച്ച് പരിശോധിക്കുക എന്ന ഒരു പരിപാടിയാണ് തുടങ്ങിയത്. ആ വഴിക്ക് കേരളത്തിൻ്റെ പല പല പ്രദേശങ്ങളിലും അന്ന് ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ല. നടന്നു പോവുക എന്നതേ നിവൃത്തിയുള്ളൂ. പയ്യന്നൂർ വണ്ടി ഇറങ്ങി പയ്യന്നൂരിലേക്കുള്ള മംഗലാപുരം എക്സ്പ്രസ്സിൽ കയറിയിട്ട് പയ്യന്നൂരിൽ ഇറങ്ങിയാൽ പയ്യന്നൂരിൽ നിന്ന് ഏഴിമല വരെ നടന്ന് 5-8 കിലോമീറ്റർ നടന്ന് പോയിട്ടാണ് പരിശോധിക്കേണ്ടത്. അതുപോലെ കാഞ്ഞങ്ങാട്ട് വണ്ടി ഇറങ്ങിയാൽ അത്രയും ദൂരം തന്നെ നടന്നു പോയിട്ടാണ് കൊടവലത്തെ രേഖ പരിശോധിക്കുന്നത്. കൊടവലത്ത് നിന്നുള്ള രേഖ, ഏഴിമല നിന്നുള്ള രേഖ, അതുപോലെ പയ്യന്നൂരിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോൾ ചുഴലി എന്ന പ്രദേശത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് തിരുവട്ടൂർ എന്ന ക്ഷേത്രം. തിരുവട്ടൂരിലാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗിക രേഖ. ഭാഗികമാണ്, ഫ്രാഗ്മെൻ്ററിയാണ്. അതിൻ്റെ ചില അംശങ്ങൾ ഇപ്പോൾ കിട്ടാനേ ഇല്ല. തിരുവട്ടൂരിലെ ഒരു പ്രധാന പ്രശ്നം, ലിഖിതത്തിൻ്റെ ഒരു ഭാഗം ശ്രീകോവിലിനകത്താണ്. ശ്രീകോവിലിനകത്ത് ഉള്ള ഇൻസ്ക്രിപ്ഷനും പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായത് MGS നാരായണൻ അവിടെ ചെന്ന്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്, അവിടെ ചെന്ന് നമ്പൂതിരിയെ ആദ്യം പുറത്തേക്ക് വിളിച്ച് എസ്റ്റാമ്പേജ് എടുക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു. എസ്റ്റാമ്പേജ് അന്ന് ഞങ്ങൾ കടലാസ് കൊണ്ടുപോയിരുന്നു. കടലാസ്, മഷി, അത് ഒപ്പാനുള്ള ബ്രഷ്, ഇതൊക്കെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് നമ്പൂതിരിയെ എസ്റ്റാമ്പേജ് എടുക്കാനുള്ള വിദ്യ പഠിപ്പിച്ച് ഈ ശ്രീകോവിലിനകത്തുള്ള ചുമരിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള രേഖയും കൂടി എടുത്ത് പരിശോധിക്കാൻ സാധിച്ചു. ഞാൻ പറയുന്നത് MGSൻ്റെ പ്രവർത്തന ശൈലി ഇങ്ങനെയാണ്. തനിച്ച് വിജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, വിജ്ഞാനം ഉണ്ടാക്കാൻ തന്നോടൊപ്പം ആകാവുന്ന പലരെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലിയായിരുന്നു. ആ നിലയ്ക്കാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരാൻ ഇടയായത്. ഈ നിലയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ രേഖകളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കരുളായി, നിലമ്പൂരിൽ നിന്ന് തെക്ക് കിഴക്ക് കരുളായി എന്നൊരു കാട്ടുപ്രദേശമുണ്ട്. കരുളായിയിൽ ഒരു രേഖയുണ്ട് എന്ന് കേട്ടു. ഉടനെ MGS പറഞ്ഞു, ശരി, നമുക്ക് കരുളായി പോയി കളയാം, ഒന്ന് നോക്കാം. കരുളായി പോയി നോക്കുന്ന സമയത്ത് കരുളായി ഒരു ചെറിയ പുഴയാണ്. കരുളായി ഒരു ചെറിയ നീർച്ചാൽ ഒഴുകുന്നുണ്ട്. നീർച്ചാൽ അരയ്ക്ക് മേലെ വെള്ളം ഉള്ള ഒരു നീർച്ചാലാണ് ഒഴുകുന്നത്. അതിൻ്റെ വളരെ ദൂരെയായിട്ട് അതിൻ്റെ അക്കരയ്ക്കുള്ള ഒരു കല്ലിൻ്റെ മുകളിലാണ് ഈ ലിഖിതം കൊത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ, അവിടെ കരുളായി കാട്ടുപ്രദേശമാണ്, ആളും മനുഷ്യനും ഒന്നുമില്ല. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുണ്ടും ഒക്കെ ഷർട്ടും ഒക്കെ അഴിച്ചു വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി നീന്തി ആ കല്ലിൻ്റെ അടുത്ത് ചെന്ന് കല്ല് പരിശോധിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഇത് വട്ടെഴുത്തല്ല, ലിപി വട്ടെഴുത്തല്ല.
ആ സാരമില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് MGS നാരായണൻ വളരെ നേരം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നുകൊണ്ട് ആ ലിഖിതം ത്തിൻ്റെ വായന നടത്തിയത് ഞാൻ ഓർക്കുന്നു. മാവക്കോട് നീരണവായി എന്നാണ് എഴുതിയിരിക്കുന്നത്. മാവക്കോട് നീരണ എന്ന ഒന്നാമത്തെ വരി, വായി എന്ന് രണ്ടക്ഷരം രണ്ടാമത്തെ വരി. ഇത് വാസ്തവത്തിൽ വട്ടെഴുത്തല്ല, അത് ബ്രാഹ്മിയുടെ, ദ്രാവിഡ ബ്രാഹ്മിയുടെ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ പരിണാമദശയിൽപ്പെട്ട അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളാണ് അവിടെ വെച്ച് അദ്ദേഹം വായിച്ചെടുത്തത്. മാവക്കോട് നീരണവായി, മാവക്കോട്ടെ നീരണയുടെ വായിക്കലാണ്, ആണ് ഇത് എന്ന് അറിയിക്കുന്ന ഒരു ലിഖിതം. ഇത് വായിക്കാൻ വട്ടെഴുത്ത് മാത്രം അറിയുന്ന ആൾക്ക് സാധ്യമല്ല. അപ്പോൾ അതിന് ബ്രാഹ്മിയുടെ പരിണാമദശയിലുള്ള പല ദശയിലുള്ള അക്ഷരങ്ങൾ കൂടി പരിചയിക്കണം. കേരളത്തിലെ പല പല ലിഖിതങ്ങളിൽ കാണാത്ത ഈ തരത്തിലുള്ള ചില അഭ്യാസങ്ങൾ MGS നാരായണന് വശപ്പെട്ടത് ഇന്ത്യയിലെ മറ്റ് പല ഇടങ്ങളിലും ഉള്ള ലിഖിതങ്ങളുടെ നിരീക്ഷണത്തോടും പഠനത്തോടും കൂടിയാണ്. സാഞ്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിനെ പഠന പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ സാഞ്ചിയിലും, ഒരിക്കലല്ല പലതവണ സാഞ്ചിയിൽ പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു. സാഞ്ചിയിലെത്തിയാൽ കുട്ടികളെല്ലാം അവിടെ നടന്ന് കാഴ്ച കാണുമ്പോൾ MGS നാരായണൻ ഓരോ ലിഖിതത്തിൻ്റെയും അടുത്തിരുന്ന് അതിൻ്റെ കയ്യെഴുത്ത് ഏർപ്പെടുത്തിയെടുക്കുക, കയ്യെഴുത്ത് വരച്ചുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. ആ തരത്തിലുള്ള യാത്രാ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ദ്രാവിഡ ബ്രാഹ്മിയുടേതായ പരിണാമദശകളെക്കുറിച്ച് തമിഴ്നാട്ടിൽ പലയിടത്തും തിരുനാഥർകുന്ന് പോലെയുള്ള പല പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ പഠനയാത്രകൾ നടന്നിട്ടുണ്ട്. ആ പഠനയാത്രകളുടെ ഭാഗമായിട്ടാണ് ഈ പഴയ ബ്രാഹ്മിയുടെ പരിണാമദശകളെക്കുറിച്ചുള്ള ധാരണകൾ അദ്ദേഹം സ്വരൂപിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം രേഖകൾ കിട്ടാനില്ലെങ്കിലും കിട്ടാനുള്ള രേഖകൾ വളരെ അർത്ഥസമ്പുഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ലിപി പഠനം കൊണ്ട്, ലിപി വിജ്ഞാനം കൊണ്ട് നേടാൻ കഴിഞ്ഞത് MGSൻ്റെ ഏറ്റവും പഴയ, ഇവിടുത്തെ പഴയ ലിഖിത വിദഗ്ധന്മാരാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ലിപി പഠനത്തിൻ്റെ കാര്യത്തിൽ, ലിപി വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ MGS അടിസ്ഥാനപരമായ ചില പാഠ സമ്പ്രദായങ്ങൾ നടപ്പിൽ വരുത്തുകയും ആ നടപ്പിൽ വരുത്തിയ രീതികൾ ഉപയോഗിച്ച് അദ്ദേഹം ഇവിടുത്തെ രേഖകൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് മുതലായ രേഖകൾ വായിച്ച് അതിലെ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഭാഷാ പരിണാമത്തിൻ്റെ ചരിത്രവും രാജ്യചരിത്രവും ദേശചരിത്രവും എഴുതാനുള്ള ശ്രമങ്ങൾ വളരെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. പത്മനാഭ മേനോൻ
മുതലായവർക്ക് ഇതിനെക്കുറിച്ചുള്ള പറഞ്ഞു കേട്ട വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എം ജി എസിനെ സംബന്ധിച്ചിടത്തോളം താനായിട്ട് സമ്പാദിച്ച വിവരങ്ങൾ തന്നെ ഈ കാര്യത്തിൽ സഹായകമായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിലെ പല വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും അർത്ഥം കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം നിർമ്മിച്ചെടുത്തു. അതിനെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹം ഒരുക്കിയെടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രേഖകളിൽ ധാരാളമായി കാണുന്ന ആവർത്തിച്ച് വരുന്ന ചില വാക്കുകൾ 300 വർ, 500 വർ, 700 വർ, ഇങ്ങനെ നൂറ്റുകൂട്ടങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഈ രേഖകളിലുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ചരിത്രകാരന്മാർക്കുണ്ടായിരുന്നില്ല. എളംകുളമാണ് ആ കാര്യത്തിൽ, എളംകുളം കുഞ്ഞൻപിള്ളയുടെ ചില പഠനങ്ങളിലാണ് ഇങ്ങനെ ഒരു പ്രയോഗത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ധാരണ വരുന്നത്. എം ജി എസിൻ്റെ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമായിട്ട് ഈ വാക്കുകളുടെ അർത്ഥം 300 വർ എന്ന് പറഞ്ഞാൽ 300 പേരും കൂടിയിരുന്ന് ഒരു 300 പേര് ഇരുന്ന ഒരു സഭയിൽ വെച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നല്ല മനസ്സിലാക്കേണ്ടത്. 300 വർ എന്നത് 300 കൂട്ടത്തിൻ്റെ നായകനെക്കുറിച്ച് പറയുന്ന പേരാണ്. 500 വർ എന്നത് 500 കൂട്ടത്തിൻ്റെ നായകനാണ്. എന്ന നിലയ്ക്ക് ഈ തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ ആ രീതിയിൽ നടപ്പിലാക്കാനും അത് ചരിത്രത്തിന് വളരെയധികം പ്രയോജനകരമായി തീരാനും ഇടയായത് എം ജി എസിൻ്റെ പഠനഫലമായിട്ടാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും അതുവരെ ഉണ്ടായിരുന്ന പെരുമാൾ വാഴ്ചയുടെ പിന്തുടർച്ച ക്രമത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരാനിടയായി. അപ്പോഴത്തേക്ക് അതൊക്കെ വരുമ്പോഴത്തേക്ക് എം ജി എസിൻ്റെ പെരുമാൾസ് ഓഫ് കേരള പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ പുതുതായി കണ്ടെത്തിയ രേഖകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് ക്ലാസ്സിലും തൻ്റെ ലേഖനങ്ങളിലും ധാരാളമായി പ്രഖ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ഉദാഹരണം മലപ്പുറം ജില്ലയിൽ അരീക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കുറുമാത്തൂർ എന്ന ഒരു അമ്പലം. ആ കുറുമാത്തൂർ എന്ന അമ്പലത്തിലാണ് ശ്രീമാനസ്തി ചതുസ്സമുദ്ര സപരിഖ രേഖാലസൻ മേഖലാം ഉർവിം പർവ്വത പീവരസ്തനതടീന്തോസ്തസ്യ കാമാകൃത രാജാ രാമ ഇവ അപരോ ജലനിധേ പാരംഗതസ്തേജസ മൂർധനി എന്നൊരു ആ ശ്ലോകമാണ്. രാജശേഖര ഇതി സ്ഥിത്യാ പ്രസിദ്ധിം കഥ. രാജശേഖരൻ എന്നൊരു രാജാവുണ്ടായി. അതിൻ്റെ രേഖയുടെ പ്രത്യേകത, ആ രേഖയിലാണ് രാജശേഖരൻ്റെ സ്ഥലം കിരീടധാരണത്തിൻ്റെ ഡേറ്റ് നമുക്ക് കിട്ടുന്നത്. സുഭൃതുത ശൃംഭിഷ്ട സംഖ്യാം ഗതയെ എന്ന ഒരു കരിദിന വാക്യസംഖ്യ അതിൽ നിന്ന് കിട്ടുന്നു. അവിടെ വെച്ചിട്ടാണ് 871 ഒക്ടോബർ മാസത്തിൽ ആണ് വാസ്തവത്തിൽ രാജശേഖരൻ്റെ അദ്ദേഹം രാജാവാവുന്നത് എന്നറിയുന്നു. അതുവരെയും ഈ രേഖ കാണുന്നത് വരെയും രാജശേഖരനാണ് തുടക്കത്തിലെ പെരുമാൾ. സ്ഥാണുരവി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ്.
പിന്തുടർച്ചക്കാരനാണ്. ഇവിടെ വെച്ച് കുറുമാത്തൂർ രേഖയുടെ വരവോടുകൂടി രാജശേഖരൻ ഇദ്ദേഹത്തിൻ്റെ താണുരവി പെരുമാളുടെ പിൻഗാമിയായി തീർന്നു. 844 രാജാവായ സ്ഥാണുരവിയുടെ ശേഷമാണ് രാജശേഖരൻ്റെ വരവ് എന്ന് മനസ്സിലാകുന്നത് കുറുമാത്തൂർ രേഖ വഴിയാണ്. ആ രേഖയുടെ മറ്റും കണ്ടുപിടുത്തം, അതിൻ്റെ മലയാളത്തിലേക്കുള്ള മാറ്റം ഒക്കെ വന്നതോടുകൂടി ചരിത്രബോധത്തിൽ തന്നെ ചരിത്രത്തെക്കുറിച്ചുള്ള, കേരള ചരിത്രത്തെക്കുറിച്ചുള്ള, പെരുമാക്കന്മാരുടെ പിന്തുടർച്ച ക്രമത്തെക്കുറിച്ചുള്ള ചില പുതിയ വിവരങ്ങൾ ശേഖരിക്കാൻ കൂടി ഈ ഒരു പ്രവൃത്തി സഹായകമായി എന്നുള്ളത് നമുക്ക് പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. MGSൻ്റെ ലിഖിത പഠനത്തിലെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിഖിതം നേരിട്ട് ചെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ലിഖിതത്തിൻ്റെ പകർപ്പൊന്നും കിട്ടാനില്ലാത്തടത്തും ഇത് തിരുവട്ടൂർ എന്ന ലിഖിതത്തിൽ ചുഴലി എന്ന പ്രദേശത്തിറങ്ങി പുന്നത്തൂർ പുഴയും കടന്ന് തോണിയേ ഉള്ളൂ അന്ന്. ആ തോണിയിൽ കടന്ന് തിരുവട്ടൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴാണ് അവിടെ 2-3 കല്ലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എഴുതി കാണുന്നത്. വളരെ വളരെ നീണ്ട ആ രേഖയിൽ 2-3 കല്ലിൽ ആയിട്ട് പരന്നു കിടക്കുന്ന ആ രേഖയിൽ പറയുന്നത് ചില തെക്കൻ ഗ്രാമങ്ങളിൽ നിന്ന്, ഇരിങ്ങാലക്കുട തുടങ്ങിയ ചില ഗ്രാമങ്ങളിൽ നിന്ന് 24 പേർ കോലത്ത് നാട്ടിൽ വന്ന് തിരുവട്ടൂർ അമ്പലത്തിൻ്റെ കമ്പലം മുതൽക്ക് വടക്കോട്ടുള്ള പ്രദേശത്ത് കുടിയിരുത്തപ്പെടുന്നതിൻ്റെ അടിസ്ഥാന രേഖയാണ് ഈ തിരുവട്ടൂർ അമ്പലത്തിലെ രേഖ എന്നത്. ഇത് കേരളത്തിലെ ആഭ്യന്തര ജനപ്രയാണത്തെക്കുറിച്ചും അതുപോലുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ രേഖാരൂപമായ അറിവ് നമുക്ക് തരുന്നു. ആ അറിവിൻ്റെ ഫലമായിട്ട് നമുക്ക് കേരള ചരിത്രം എഴുതുന്നവർക്ക് തന്നെ സഹായകമായ ഒരുപാട് വിവരങ്ങൾ ഈ തരത്തിൽ നമുക്ക് ലഭ്യമായത് MGSൻ്റെ ഈ വഴിക്കുള്ള വളരെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഈ നിലയ്ക്ക് MGSൻ്റെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അക്കമിട്ട് പറയുകയാണെങ്കിൽ ലിഖിതങ്ങളുടെ പാഠങ്ങളിൽ പഴയ വായനകളെ തിരുത്തിക്കൊണ്ട് പുതിയ ശരിയായ വായന സംഭരിക്കുക, അങ്ങനെ സംഭരിച്ച വായനകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പുതിയ അറിവ് വെച്ച് പുതിയ വിഷയങ്ങൾ, ആഭ്യന്തര ജനപ്രയാണം പോലെയുള്ള പുതിയ വിഷയങ്ങൾ ചരിത്രത്തിലേക്ക് ആവാഹിച്ചെടുക്കുക. അങ്ങനെ ആവാഹിച്ചെടുത്ത പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ചരിത്രത്തെക്കുറിച്ച് പുതിയ ഒരു ദർശനം രൂപപ്പെടുത്തുക എന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ, കേരള ചരിത്രത്തിൻ്റെ രചനാ പദ്ധതിയിൽ ശാസ്ത്രീയമായ പുതിയ അറിവുകൾ നൽകുകയും ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ അടിസ്ഥാനപരമായ ചില ദർശന
വ്യതിയാനങ്ങൾ വരുത്തുകയും ചെയ്യാൻ MGSന് സാധിച്ചു എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ്. ഈ നിലയ്ക്ക് കേരള ചരിത്രത്തിൻ്റെ നിലവിലുള്ള ജീവിത വീക്ഷണവും വസ്തുതാ പഠനവും പരിഷ്കരിക്കാൻ ഈ ലിഖിതങ്ങളുടെ MGSൻ്റെ ശൈലിയിലുള്ള ലിഖിതങ്ങളുടെ പഠനം, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രേഖകൾ, പുസ്തകഗ്രന്ഥം മുതലായത് വളരെ വളരെ സഹായകമായി എന്ന് പറയണം. MGSൻ്റെ രീതിക്കനുസരിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 150ഓളം 80 രേഖകൾ, 150 രേഖകളിലുള്ളതിൽ 80 എണ്ണം കാലം നിർണയിക്കാൻ കഴിവുള്ളതാണ്, ഡേറ്റബിളാണ് എന്ന് അദ്ദേഹം വേർതിരിക്കുന്ന ഇതിൽ 80 രേഖകൾ, 25 രേഖകൾ ലിഖിതങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അടിസ്ഥാനമാക്കി കാലം നിർണയിക്കാവുന്നത്. ബാക്കി 45 എണ്ണം കാലനിർണയത്തിന് അപ്പുറം, ഇപ്പോഴും കാലനിർണയത്തിന് അപ്പുറം ഉള്ളത് എന്ന നിലയിൽ അദ്ദേഹം വേർതിരിക്കുകയുണ്ടായി. കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ലിഖിതത്തെ സംബന്ധിച്ച് ലിഖിതങ്ങളിൽ നിന്നുള്ള അറിവ് വെച്ച് ചരിത്രത്തിലെ കാലഗണനാപരമായ ഈ ആശയം രൂപപ്പെടുന്നത് MGSൻ്റെ ഈ ഒരു വകതിരിവോടു കൂടിയാണ്. ഏതാണ്ട് 188 ഓളം രേഖകൾ ഇന്ന് നമുക്ക് പ്രയോജനത്തിലുണ്ട്. നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ 43-ാം വാല്യത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 188 രേഖകളുണ്ട്. അതിൽ 150 എണ്ണം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാലത്തെക്കുറിച്ചുള്ള ധാരണ സങ്കല്പിക്കാൻ കഴിയുന്ന മട്ടിലുള്ളവയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ലിഖിതങ്ങളുടെ കാലനിർണയ സംബന്ധമായ ചില അടിസ്ഥാന ധാരണകളും MGSൻ്റെ ഈ പഠനങ്ങൾ വഴിയായിട്ട് കിട്ടുകയുണ്ടായി. MGSൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു പ്രയത്നം, അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോഴത്തെ ആവശ്യത്തിനു വേണ്ടി ചില ചാർട്ടുകളും മറ്റും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് ഉണ്ടാക്കുക എന്നല്ലാതെ അതിനപ്പുറം കടന്നിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് ഒരു നിർഭാഗ്യകരമായ വസ്തുതയായി പോയി. എന്നാലും അതിലെ ചില വിവരങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ചില അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ലിപി പരിണാമത്തിൻ്റേതായ ചില ചാർട്ടുകൾ ഉണ്ടാക്കുകയുണ്ടായി. ഈ ചാർട്ടുകൾ MGSൻ്റെ ധാരാളമായ ലിഖിത പരിചയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കിയതാണ്. ആ ചാർട്ടുകളിൽ ബ്രാഹ്മിയെ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം എന്ന അന്വേഷണം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില ചാർട്ടുകൾ, ബ്രാഹ്മിയുടെ ആദ്യത്തെ രൂപം, രണ്ടാമത്തെ രൂപം, മൂന്നാമത്തെ രൂപം എന്ന നിലയ്ക്ക് അശോകൻ്റെ ശാസനങ്ങളിൽ നിന്ന് തുടങ്ങി ഗുപ്തന്മാരുടെ കാലത്തെ ശാസനങ്ങൾ വരെ ഉള്ള ലിഖിതങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു ലിപി പരിണാമ പട്ടികകൾ ഉണ്ടായിട്ടുണ്ട്. ബ്രാഹ്മിക്ക്
മൗര്യബ്രാഹ്മിക്ക് ഇങ്ങനെ ഉള്ള പട്ടികകൾ ഉണ്ടാക്കിയതിൻ്റെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് നമുക്ക് ദ്രാവിഡ ബ്രാഹ്മിയെക്കുറിച്ചും ഇങ്ങനെ ചിലത് വേണം എന്നുള്ളത് കൊണ്ട് സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പൂർവ്വ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ശാസനങ്ങളുടെ ചിത്രം അടിസ്ഥാനപ്പെടുത്തി തിരുനാസർകുന്ന് മുതലായ തമിഴ്നാടൻ ഗുഹാലിഖിതങ്ങളെ വെച്ചുകൊണ്ട് അവയുമായി ഇണക്കി കേരളത്തിലേതായ കരുളായി ലിഖിതം പോലെയുള്ളവയും വെച്ച് ദ്രാവിഡ ബ്രാഹ്മിയുടേതായ ഒരു പരിണാമ പട്ടിക ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് തിരുനാസർകുന്നിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പരിണാമദശയിലുള്ളതാണ് കരുളായിലെ ലിഖിതം എന്ന് ഈ ചാർട്ട് മുഖേന സ്ഥാപിക്കാനും കഴിഞ്ഞു. ആ നിലയ്ക്ക് ഏതാണ്ട് കരുളായി ലിഖിതത്തിൻ്റെ കാലം ഒരു 3-ാം നൂറ്റാണ്ടോ 4-ാം നൂറ്റാണ്ടോ ആയിരിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തതും ഈ ലിപി പരിണാമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. വട്ടെഴുത്തിൻ്റെ കാര്യത്തിലാണ് MGSൻ്റെ പ്രധാനമായ സംഭാവന നമുക്ക് കിട്ടാനുള്ളത്. വട്ടെഴുത്തിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ സുഗ്രഹമായ രൂപം അത് തിരുവല്ല പാട്ടയത്തിൽ 1042 ചെപ്പേടുകളിലായിട്ട് രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ലിഖിതമാണ്, ഒരു രേഖയാണ് തിരുവല്ല ചെപ്പേട്. തിരുവല്ല ചെപ്പേടിൽ അച്ചടി പോലെയുള്ള അക്ഷരങ്ങളിൽ വട്ടെഴുത്തിൻ്റെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് കിട്ടും. വട്ടെഴുത്ത് തിരുവല്ല പട്ടയത്തിൽ കാണുന്ന തരത്തിലുള്ള ഈ അക്ഷരങ്ങൾ രൂപം മാറിയ തരത്തിൽ പല പല ലിഖിതങ്ങളിൽ കണ്ടെത്തും. ഏതാണ്ട് തിരുവല്ല ചെപ്പേട് പോലെ തന്നെയുള്ള അക്ഷരങ്ങൾ തിരുവട്ടൂർ ലിഖിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. എന്നാൽ കൊടവലം ഭാസ്കര രവിയുടെ കൊടവലം ചെപ്പേടിൻ്റെ കാലത്തേക്ക് എത്തുമ്പോഴേക്ക് ഈ ലിപികളിൽ തന്നെ, ലിപിയുടെ രൂപത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ നിലയ്ക്ക് നമുക്ക് ലിപികളുടെ പരിണാമദശകളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീയതി അറിഞ്ഞുകൂടാത്ത, കാലം അറിഞ്ഞുകൂടാത്ത രേഖകളെക്കുറിച്ച് കാലസംബന്ധമായ നമ്മുടേതായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നതാണ് ഈ ലിപിപരമായ വിജ്ഞാനം, ലിപിയുടെ രൂപപരമായ വിജ്ഞാനം. അത് സാധാരണ എപ്പിഗ്രാഫിയെക്കുറിച്ച് MGSൻ്റെ എപ്പിഗ്രാഫി സംഭാവനകളെക്കുറിച്ച് പറയുന്നവർ സാധാരണ സ്പർശിക്കാത്ത ഒരു വിഷയമാണ് ഈ ലിപി പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണകളും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും. അത് ചരിത്ര പഠനത്തിന്, രേഖകളുടെ കാലനിർണയത്തിന് സഹായകമാകുന്നത് എങ്ങനെ എന്ന കാര്യവും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ നിലയ്ക്ക് ലിപി പരിണാമത്തിൻ്റേതായ വിജ്ഞാനം അടക്കം ലിഖിത വിജ്ഞാനീയത്തിൽ അടിസ്ഥാനപരമായ സംഭാവനകൾ അർപ്പിക്കാൻ
അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ലിപി പഠനത്തിൽ അദ്ദേഹം വരുത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. One of the major trends of the above-mentioned intellectual inferences in the epigraphic sources seem to be the zeal in studying old records in new perspectives. M.G.S. Narayanan examined the imprecatory portions in inscriptions and explained the socio-economic implications of the same. Carl Polanyi, Spencer, Richard Kennedy, and others have studied the inscriptions in a particular way. And this revived interest in old records probably can be explained as a result of the realization of immense possibilities. Nevertheless, significant discoveries are not altogether absent in Kerala. Mention may be made of a recent find which seems to be of some importance in the നേരത്തെ പറഞ്ഞ കുർമാത്തൂർ ഇൻസ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. ആ തരത്തിൽ ഉള്ള ചില നിരീക്ഷണങ്ങളും MGSൻ്റെ വകയായിട്ട് നമുക്കുണ്ട്. ഈ രേഖകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഊര്, സഭ എന്ന ചില വാക്കുകൾ വരും. വളരെ സാങ്കേതിക അർത്ഥമുള്ള വാക്കുകളാണ്. ആ ഊർ എന്ത്, സഭ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ധാരണകളെ തിരുത്താനും MGSൻ്റെ പഠനമാണ് സഹായിച്ചിട്ടുള്ളത്. ഊര് എന്നാൽ നാട്ടുകാരുടെ കമ്മിറ്റി എന്നും, സഭ എന്നത് ബ്രാഹ്മണരുടെ കമ്മിറ്റിയാണ്, സംസ്കൃതത്തിലായതുകൊണ്ട് ബ്രാഹ്മണരുടെ കമ്മിറ്റി എന്നുള്ള ധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ അത് തിരുത്തി ചരിത്ര വീക്ഷണം രൂപപ്പെടുത്താനുള്ള സഹായം നമുക്ക് നൽകുന്നത് MGSൻ്റെ ഈ വഴിക്കുള്ള പഠനങ്ങളാണ്. ഇതിൽ MGS ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 3-4 തരത്തിലുള്ള ലിപികൾ കേരളത്തിൽ ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് നേരിടാൻ കഴിയുന്നുണ്ട്. ഗ്രന്ഥം, വട്ടെഴുത്ത്, കോലെഴുത്ത്. വട്ടെഴുത്തിൻ്റെ പല രൂപഭേദങ്ങൾ, ആ രൂപഭേദങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിധത്തിൽ ഗ്രന്ഥലിപിയുടെ ആവിർഭാവം, വട്ടെഴുത്തിൻ്റെ തന്നെ ഒരു പിൽക്കാല പരിണാമമായ കോലെഴുത്ത്. ഉദാഹരണത്തിന് കണ്ണൂരിൻ്റെ തൊട്ടു വടക്കുള്ള മൊറാഴ എന്ന പ്രദേശത്തെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ മൊറാഴ ലിഖിതം, അതൊരു കോലെഴുത്തിലുള്ള രേഖയാണ്. ഈ തരത്തിലുള്ള രേഖകളെ വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ലിഖിതങ്ങളിൽ കാണുന്ന ലിപികളുടെ രൂപപരമായ അടിസ്ഥാന ധാരണകൾ ഉറപ്പിക്കാൻ MGS ചെയ്തിട്ടുള്ള സേവനം അമൂല്യമാണ്. ആ പുതിയ അറിവ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ രേഖകളിൽ പലതിനെയും അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തോടുകൂടി വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അക്ഷരങ്ങളുടെ പരിണാമം, ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം, ഉള്ളടക്കത്തിലെ സാങ്കേതിക പദങ്ങളുടേതായ അർത്ഥം, യഥാർത്ഥമായ ചരിത്രപരമായ അർത്ഥം, ആ അർത്ഥം ചരിത്ര ദർശനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം,
ഈ നിലയ്ക്ക് കേരള ചരിത്ര രചനയിൽ തന്നെ അടിസ്ഥാനപരമായ ചില പരീക്ഷണങ്ങൾ, ചില പരിവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് എം ജി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത്, ലിഖിത വിജ്ഞാനീയ രംഗത്ത് നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഒരറിവ്. ലിഖിതങ്ങൾ എന്നത് അതാത് കാലത്ത്, സംഭവത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാവുന്ന രേഖകൾ എന്ന നിലയ്ക്ക് ചരിത്ര പ്രാധാന്യം വളരെ വളരെ കൂടുതലുള്ള അടിസ്ഥാന പ്രമാണങ്ങളാണവ. ആ അടിസ്ഥാന പ്രമാണങ്ങളെ അവ അർഹിക്കുന്ന രീതിയിൽ ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാനും ആ നിലയ്ക്ക് ചരിത്രത്തിൻ്റെ ദർശനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി തീർക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളത് എം ജി എസിൻ്റെ ലിഖിത പഠനങ്ങളുടേതായ ഏറ്റവും വിലപ്പെട്ട ഒരറിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.